ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. SL ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. നമ്മൾ ഫോക്കസ് ഏരിയ റിവിഷനിൽ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ ആദ്യത്തെ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ചെയ്തു. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്റർ ആയിരുന്നു അല്ലേ. അതോടെ നമ്മൾ ആ ഫസ്റ്റ് ചാപ്റ്റർ അതിൽ നമുക്ക് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് മാത്രം അവിടെ ബാക്കിയുണ്ട്. അത് നമുക്ക് അവസാനം ചെയ്യാം. ബാക്കി ഏകദേശം എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു. ഫോക്കസ് ഏരിയ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്റർ ഏതായിരുന്നു? മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് അല്ലേ. സോളിഡ്സ് എന്ന് മാത്രം നമ്മൾ വിളിക്കുന്ന, അതല്ലെങ്കിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. നമ്മുടെ +1 തന്നെ ഏറ്റവും ചെറിയ ചാപ്റ്റർ എന്ന് നമുക്ക് പറയാം. നേരത്തെ തന്നെ ആ ചാപ്റ്റർ ചെറുതാണ്. ഫോക്കസ് ഏരിയയും കൂടെ വന്നപ്പോഴേക്ക് ആ ചാപ്റ്റർ പിന്നെ തീരെ ഇല്ലാതെയായി. അതിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 പോയിന്റുകൾ മാത്രമേ നമുക്ക് പറയാനുള്ളൂ. 3 പോയിന്റ്സ് ആണ് അവിടെ ഡിസ്കസ് ചെയ്തിട്ടിരിക്കുന്നത്. ഒന്ന് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, മറ്റൊന്ന് ഹുക്സ് ലോ, ദെൻ അവസാനമായിട്ട് സ്ട്രെസ് സ്ട്രെയിൻ കർവ്. ഇത് പറയുന്നതോടുകൂടെ നമ്മുടെ ചാപ്റ്റർ അവസാനിക്കും. അപ്പോൾ ഒറ്റ വീഡിയോയിൽ ഒറ്റ ഷോട്ടിൽ നമുക്കങ്ങ് തീർക്കാം. ചാപ്റ്ററിൻ്റെ ആദ്യം ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 പോയിന്റുകളാണ്. ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു പോയിന്റ്. എന്താണ് ഇലാസ്റ്റിസിറ്റി? ഇലാസ്റ്റിക് ബോഡികൾ. വേഗം പറയാം കേട്ടോ, സിമ്പിൾ പോയിന്റുകളാണ്, ഒരു പ്രശ്നമില്ല, പെട്ടെന്ന് കഴിയും. നല്ലോണം ശ്രദ്ധിച്ചാൽ മാത്രം മതി നിങ്ങൾ. കാരണം ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള പോയിന്റുകളാണ് ഈ പറയുന്നതെല്ലാം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാവും. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബോഡിയെ പിടിച്ച് അമർത്തിയിട്ട് അതിൻ്റെ ഷേപ്പ് മാറ്റുകയാണ്. പല ബോഡികളെയും നമുക്ക് അങ്ങനെ ഷേപ്പ് മാറ്റാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഒരു സ്പോഞ്ച് പോലത്തെ, ഒരു റബ്ബർ പോലത്തെ ഒരു റബ്ബർ ബോൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ആ റബ്ബർ ബോളിനെ പിടിച്ചിങ്ങനെ ക്രഷ് ചെയ്യുന്നു, എന്നിട്ട് അങ്ങ് വിട്ട് കളഞ്ഞാലോ? ഒരു സ്പോഞ്ച് നമ്മൾ പിടിച്ചിങ്ങനെ അമർത്തുന്നു, എന്നിട്ട് അങ്ങ് വിട്ട് കളഞ്ഞാലോ? ആ സ്പോഞ്ച് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരും അല്ലേ. എല്ലാ ബോഡികൾക്കും ഇങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ചില ബോഡികൾ ഇങ്ങനെ കാണിക്കും, ചില ബോഡികൾ ഇങ്ങനെ കാണിക്കില്ല. ഈ ഒരു പ്രോപ്പർട്ടിയെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന ഒരു വേർഡ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടേം പരിചയപ്പെടുന്നത്. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബോഡിയിലേക്ക്, ഒരു ബോഡിയെ നമ്മൾ പിടിച്ചമർത്തി, ഒരു റബ്ബർ ബോളിനെ നമ്മളിങ്ങനെ ക്രഷ് ചെയ്തു, അങ്ങനെ പിടിച്ച് അമർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഡീഫോമിംഗ് ഫോഴ്സ്. ചില പേരുകളൊന്ന് പെട്ടെന്നങ്ങ് പഠിക്കാം. എന്താണ് ആ ഫോഴ്സിൻ്റെ പേര്? ഡീഫോമിങ്. ആ വാക്കിൽ തന്നെ അതിൻ്റെ മീനിങ് ഇല്ലേ? ഡീഫോമിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോം ചേഞ്ച് ചെയ്ത് കളയുക, ഫോം മാറ്റുക. അങ്ങനെയുള്ള ഫോഴ്സാണ് ഡീഫോമിങ് ഫോഴ്സ്. അങ്ങനെ ഞാൻ ഈ ബോഡിയെ പിടിച്ചങ്ങനെ അമർത്തി ഒരു ഡീഫോമിങ് ഫോഴ്സ് കൊടുത്തു, എന്നിട്ടങ്ങ് വിട്ട് കളഞ്ഞു. വിട്ട് കളഞ്ഞാൽ ചില ബോഡികൾ, എല്ലാ ബോഡികളെ കുറിച്ചല്ല പറയുന്നത്, ചില ബോഡികൾ ആദ്യം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് ആ അവസ്ഥയിലേക്ക് തിരിച്ചു പോകും. ആ അവസ്ഥയിലേക്ക് തിരിച്ചു പോവാൻ ഈ ബോഡിയെ സഹായിക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് വളരെയധികം പരിചയമുള്ളൊരു പേരാണത്. അതിൻ്റെ പേരാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. റീസ്റ്റോർ ചെയ്യപ്പെടുക. ഡീഫോം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോം മാറ്റുക. റീസ്റ്റോർ എന്ന് പറഞ്ഞാൽ യെസ്, പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരിക. അത് ബോഡി ഉണ്ടാക്കുന്ന ഫോഴ്സാണ്. അങ്ങനെ ബോഡിക്ക് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നുണ്ടോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിസിറ്റി. ആ തിരിച്ചു വരാനുള്ള കഴിവ്, തിരിച്ചു വരാനുള്ള ഫോഴ്സാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. അത് തിരിച്ചു വരാനുള്ള കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ പല ബോഡികളെയും നമുക്ക് പിടിച്ചു വലിച്ചിട്ട് അതിൻ്റെ ഷേപ്പ് മാറ്റാം. വിട്ടു കഴിഞ്ഞാൽ പഴയ ഷേപ്പിലേക്ക് വരാം. എല്ലാവർക്കും അത് പറ്റില്ല. ചില ആൾക്കാരെ നമ്മൾ പിടിച്ചു വലിച്ചാൽ ആ വലിച്ചെടുത്ത് അവിടെ കിടക്കും. നമ്മൾ ഷേപ്പ് മാറ്റിയാൽ, ഇപ്പോൾ നമ്മളൊരു ക്ലേ എടുത്തു, ക്ലേ ഏറ്റവും നല്ല എക്സാമ്പിളായിട്ട് പറയുന്നതാണ് ക്ലേ. ഓക്കെ, കളിമണ്ണ് കുഴച്ചു, നമ്മളൊരു പ്രത്യേക ഷേപ്പ് ഉണ്ടാക്കിയിട്ട് അങ്ങ് വിട്ട് കളഞ്ഞാൽ അത് ആ ഷേപ്പിൽ തന്നെ അവിടെ നിൽക്കും. അങ്ങനെ പഴയ അവസ്ഥയിലേക്ക് പോവാൻ പറ്റാത്ത ബോഡികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലാസ്റ്റിക് ബോഡീസ്. എന്താണ് പറയുക? പ്ലാസ്റ്റിക് ബോഡീസ്. ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് അല്ലേ. ഇതൊരു പേര്, ഒരു ഫിസിക്കൽ ടേം നമ്മൾ പരിചയപ്പെടുകയാണ്. പ്ലാസ്റ്റിക് ബോഡികൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബോഡിയുടെ ഷേപ്പ് മാറ്റിക്കളഞ്ഞു. മാറ്റിയതിന് ശേഷം അതിനവിടെ വെച്ചാൽ അത് ആ മാറിയ അവസ്ഥയിൽ അവിടെ നിൽക്കും. ചില ബോഡികളെ നമ്മൾ ഷേപ്പ് മാറ്റി അങ്ങ് വിട്ട് കളഞ്ഞാൽ അത് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകും. പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാനുള്ള കഴിവിനെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയും. പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നില്ലെങ്കിൽ പ്ലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോഡികൾ എന്നും പറയും. ഈ 2 പോയിന്റുകൾ ആദ്യം മനസ്സിലാക്കുക. ഇങ്ങനെ നമ്മളൊരു ബോഡിയുടെ ഷേപ്പോ സൈസോ ഒക്കെ മാറ്റാൻ വേണ്ടി ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. എത്ര ഏരിയയിലേക്കാണ് നമ്മൾ ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുക?
ഓക്കെ, നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ബോഡിയിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എത്ര ഏരിയയിലേക്ക് ആ ഫോഴ്സ് അപ്ലൈഡ് ആയിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്നു, എപ്പോഴും ആ ബോഡിക്ക് തിരിച്ചു വരാനുള്ള ടെൻഡൻസി ഉണ്ട്. ആ ടെൻഡൻസിയെ നമ്മൾ വിളിച്ച പേരാണ് റീസ്റ്റോറിങ് ഫോഴ്സ്, അല്ലേ? അപ്പോൾ മിക്കവാറും കേസുകളിലെല്ലാം ഈ അപ്ലൈഡ് ഫോഴ്സിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും റീസ്റ്റോറിങ് ഫോഴ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സ് ബൈ ഏരിയ, ഈ ക്വാണ്ടിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രെസ്. എന്താണ് വിളിക്കുക? സ്ട്രെസ്. വളരെ സിമ്പിൾ അല്ലേ? നമ്മളൊരു ബോഡിയെ ഷേപ്പ് മാറ്റാൻ ശ്രമിക്കുന്നു, എത്ര ഫോഴ്സ് കൊടുത്തു, എത്ര ഏരിയയിലേക്കാണ് ആ ഫോഴ്സ് കൊടുത്തത്, ആ ഫോഴ്സ് ബൈ ഏരിയ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രെസ്. ഈ സ്ട്രെസ് കൊണ്ട് ബോഡിയിൽ ചില മാറ്റങ്ങൾ വരും. യെസ്, അതാണ് നല്ലോണം ശ്രദ്ധിക്കേണ്ടത്. ബോഡിയിൽ പലതരം മാറ്റങ്ങൾ വരുന്നുണ്ട്. നമുക്കതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 3 ടൈപ്സ് ഓഫ് ചേഞ്ചസ് ആണ് നമുക്ക് പറയാനുള്ളത്. ചിലപ്പോൾ ചില ബോഡികളിലേക്ക് നമ്മൾ ഫോഴ്സ് കൊടുത്താൽ ആ ബോഡികളുടെ ലെങ്ത്തിലായിരിക്കും മാറ്റം സംഭവിക്കുക. പ്രത്യേകിച്ച് ആ ബോഡീൻ്റെ ഷേപ്പ് തന്നെ ഒരു ലീനിയർ ഷേപ്പാണ്. എക്സാമ്പിൾ, നമ്മൾ നീളമുള്ള ഒരു റബ്ബർ ബാൻഡ് എടുത്തു, നീളമുള്ള ഒരു വയറെടുത്തു. ആ വയറിന് ഉള്ളത് ഒരു നീളമാണ്, ഒരു പർട്ടിക്കുലർ നീളമുണ്ട്. ചെറിയ ഒരു തിക്നെസ്സിൽ നമുക്കിങ്ങനെ വരയ്ക്കാം, വളരെ ചെറിയ തിക്നെസ് ഉണ്ട്, ബട്ട് നീളമാണ് അതിന് കാര്യമായിട്ട് കാണാനുള്ളത്. എന്നിട്ട് നമ്മൾ ഈ വയറിൻ്റെ ഒരു ഭാഗം മുറുക്കെ പിടിച്ചു വെച്ചു, അല്ലെങ്കിൽ ഫിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് മറ്റേ ഭാഗം പിടിച്ചു വലിച്ചു. റബ്ബർ ബാൻഡിനെ ആലോചിച്ചോ? റബ്ബർ ബാൻഡിൻ്റെ ഒരു ഭാഗം പിടിച്ച് വെച്ചിട്ട് മറ്റേ ഭാഗം പിടിച്ച് വലിച്ചാൽ കാര്യമായിട്ട് എവിടെയാണ് ചേഞ്ച് വരിക? അതിൻ്റെ ലെങ്ത്തിലല്ലേ? ലെങ്ത്തിൽ ചേഞ്ച് വരുന്നു. ഓക്കെ, അങ്ങനെ ലെങ്ത്തിൽ ചേഞ്ച് വരാം. ഇനി മറ്റു ചില ബോഡികളിലേക്ക് നമ്മൾ ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ കൊടുത്ത ഫോഴ്സ് ആണ് ഫോഴ്സ്. ഓക്കെ, ആ ഫോഴ്സ് വന്ന ഏരിയ ആണ് ഈ കാണുന്നത്, കണ്ടോ? ഏരിയ ഇത്രയും ഏരിയയിലേക്കാണ് ഞാൻ ആ ഫോഴ്സ് കൊടുത്തത്. ഇനി മറ്റൊരു എക്സാമ്പിൾ പരിചയപ്പെടുകയാണ്. ചിലപ്പോൾ നമ്മളൊരു കണ്ടെയ്നറിൽ ഒരു ഗ്യാസ് എടുത്തു. വേഗം പറയാം, സിമ്പിൾ ഐഡിയകളാണ്. ഒരു കണ്ടെയ്നറിൽ ഒരു ഗ്യാസ് എടുത്തു, എന്നിട്ട് അതിനെ ഒരു പ്രത്യേക തരം മൂടിയൊക്കെ വെച്ച് ഇങ്ങനെ മൂടി ഒരു പിസ്റ്റണൊക്കെ വെച്ചു. ഇത്രയും വോള്യത്തിൽ ഒരു ഗ്യാസ് അടച്ചു വെച്ചിരിക്കുക. അതിനുശേഷം നമ്മൾ ഈ പിസ്റ്റണിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്താൽ അവിടെ എന്തിലാ ചേഞ്ച് വരിക? ഈ ഗ്യാസിൻ്റെ വോള്യത്തിൽ ഒരു ചേഞ്ച് വരില്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് കൊണ്ട് ആ ബോഡിയിൽ വരുന്ന ഒരു മാറ്റത്തിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക. ആദ്യത്തെ കേസിൽ നീളമുള്ള ഒരു വയറ് പിടിച്ച് വലിച്ചപ്പോൾ എവിടെയാണ് ചേഞ്ച് വന്നത്? യെസ്, അതിന് നീളത്തിൽ മാറ്റം വന്നു. അതേസമയം നമ്മളൊരു കണ്ടെയ്നറിൽ ഒരു പാത്രത്തിൽ ഗ്യാസ് നിറച്ച് വെച്ചിട്ട് ഒരു അടപ്പൊക്കെ വെച്ചിട്ട് ഒരു പിസ്റ്റണൊക്കെ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ പിടിച്ചമർത്തിയാൽ വോള്യത്തിൽ ചേഞ്ച് വരും. ഇനി മറ്റൊരു എക്സാമ്പിൾ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ടേബിളിൻ്റെ മുകളിൽ നല്ല വലുപ്പമുള്ള നല്ല കട്ടിയുള്ളൊരു ടെക്സ്റ്റ് ബുക്ക് വെച്ച്, നല്ല ഹൈറ്റുള്ളൊരു ബുക്ക്, നല്ല വെയിറ്റും ഉണ്ട്, നല്ല ഹൈറ്റും ഉണ്ട്, ഒരുപാട് പേജുകളുള്ള, ആയിരക്കണക്കിന് പേജുകളുള്ള വലിയൊരു ബുക്ക്. നിങ്ങൾ വലിയ ഡിക്ഷണറി ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു ബുക്ക് നിങ്ങൾ വിചാരിക്കും. ഓക്കെ, ആ ബുക്കിൻ്റെ താഴ്ഭാഗം നമ്മൾ ഫിക്സ് ചെയ്ത് ഉറപ്പിച്ച് വെച്ചു, നീങ്ങാത്ത തരത്തിൽ ഉറപ്പിച്ച് വെച്ചു. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തൊരു തള്ളു കൊടുത്തു. ഓക്കെ, താഴ്ഭാഗം നീങ്ങിപ്പോകരുതേ, ഏറ്റവും മുകൾ ഭാഗത്തേക്ക് ഒരു തള്ളു കൊടുത്തു. താഴ്ഭാഗം നീങ്ങാൻ പാടില്ല. അങ്ങനെ തള്ളിയാൽ നമുക്ക് കാണാൻ സാധിക്കുക ഇതിൻ്റെ ഷേപ്പ് മുകൾ ഭാഗം ഒന്നെങ്കിൽ ഷിഫ്റ്റ് ചെയ്ത് പോയിട്ട് ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെയായി പോവാം, അല്ലേ? ആ മുകൾ ഭാഗം ഒന്നങ്ങോട്ട് തള്ളിപ്പോയി. ആ തള്ളിയിട്ട് നേരത്തെ കറക്റ്റ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പുള്ള സാധനം ഇപ്പം പാരലലോഗ്രാമിൻ്റെ മറ്റൊരു ഫോമിലേക്ക് അങ്ങ് മാറിപ്പോയി. അപ്പോൾ അവിടെ നമ്മൾ ഫോഴ്സ് കൊടുത്തത് കൊണ്ട് എവിടെയാണ് മാറ്റം വന്നേ? അതിൻ്റെ ഷേപ്പിൽ മാറ്റം വന്നു. അപ്പം നമ്മൾ എടുക്കുന്നത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ടുള്ള 3 തരം ചേഞ്ചസ്. ഇതല്ലാത്ത ചേഞ്ച് ഉണ്ടാവൂലേ? ഉണ്ടാവും, ഒരുപാട് തരം ചേഞ്ചുകൾ ഉണ്ടാവും. ബട്ട് നമുക്കിത് 3 പഠിക്കാനുള്ളൂ. ഇങ്ങനെ നമ്മൾ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ബോഡിയിൽ ചിലപ്പോൾ ലെങ്ത്തിൽ മാറ്റം വരാം, അതല്ലെങ്കിൽ വോള്യത്തിൽ മാറ്റം വരാം, അതല്ലെങ്കിൽ ഷേപ്പിൽ മാറ്റം വരാം. ഈ മാറ്റത്തിന് അളക്കുന്ന അടുത്ത ക്വാണ്ടിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രെയിൻ. എന്താ പേര്? സ്ട്രെയിൻ. സ്ട്രെയിനിൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ചേഞ്ച് ഇൻ ഡയമെൻഷൻ. ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അളവുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ പഠിക്കുന്ന ഒരു ഡയമെൻഷൻ പോലെയല്ല, അതും ഡയമെൻഷൻ ആണ്. അതും ഇതുമെല്ലാം പറഞ്ഞു വരുമ്പോൾ ഒരാളായിട്ട് വരും. ബട്ട് നിങ്ങൾ ഇവിടെ എങ്ങനെ മനസ്സിലാക്കിയാൽ മതി, ഇവിടെ ഡയമെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ച് അളവുകളിൽ വരുന്ന മാറ്റം ഡിവൈഡഡ് ബൈ ഒറിജിനലി ഉള്ള അളവുകൾ. അതാണ് ഈ ഡയമെൻഷൻ കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത്.
അങ്ങനെ ഈ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ് സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ എന്തെല്ലാം തരം അളവുകൾ അവിടെ ചേഞ്ച് ആയത്? ആദ്യത്തെ എക്സാമ്പിളിൽ ലെങ്ത് അല്ലേ മാറിയത്? ഇതായിരുന്നു ഈ വയറിൻ്റെ ഒറിജിനൽ ലെങ്ത് എന്ന് വിചാരിക്കുക, ശരിക്കുള്ള നീളം. നമ്മൾ പിടിച്ച് വലിച്ചപ്പോൾ കുറച്ച് നീളം, ഇത്രയും നീളം കൂടി. ആ കൂടിയ നീളത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെൽറ്റ എൽ. അപ്പോൾ എൽ എന്താ? ഒറിജിനലി ഉള്ള ശരിക്കുള്ള നീളം. ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ എന്താ? പിടിച്ച് വലിച്ചപ്പോൾ കുറച്ച് നീളം കൂടി. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇവിടെ ചേഞ്ച് ഇൻ ലെങ്ത് ആണ്. ബൈ ഒറിജിനൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഒറിജിനൽ ലെങ്ത് ആണ്. അങ്ങനെ ലെങ്ത് എന്ന അളവിൽ എത്ര മാറ്റം വന്നു, ബൈ ഒറിജിനലി എത്ര ലെങ്ത് ഉണ്ടായിരുന്നു. ഈ ഒരു റേഷ്യോ അത് സ്ട്രെയിൻ ആണ്. ആ സ്ട്രെയിനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിനിയർ സ്ട്രെയിൻ. എന്താ വിളിക്കുക? ലിനിയർ സ്ട്രെയിൻ. ഇനി അടുത്ത നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ പിസ്റ്റൺ വെച്ചിട്ട് അമർത്തി. ഇതായിരുന്നു ഇതിൻ്റെ ഒറിജിനൽ വോള്യം. പിസ്റ്റൺ വെച്ച് അമർത്തിയാൽ ഈ പിസ്റ്റണും ഈ അടപ്പും ഇത്ര താഴ്ന്നു പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഉള്ളത് ഇവിടെ എത്തിയില്ലേ? ഇത്രയും വോള്യത്തിൽ മാറ്റം വന്നില്ലേ? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെൽറ്റ വി. ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ വോള്യത്തിലെ ചേഞ്ച്. ആദ്യം എത്ര വോള്യം, പിന്നെ പിടിച്ച് അമർത്തിയപ്പോൾ വോള്യത്തിൽ എത്ര മാറ്റം വന്നു. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ വോള്യം ബൈ ഒറിജിനൽ വോള്യം ഏത് തന്നെയാണ്? ആക്ച്വലി ചേഞ്ച് ഇൻ ഡയമെൻഷൻ, അളവുകളിൽ വന്ന മാറ്റം. ഇവിടുത്തെ അളവ് ഏതാ? വോള്യം. വോള്യത്തിൽ വന്ന മാറ്റം ബൈ ഒറിജിനൽ വോള്യം. ഇതിൻ്റെ പേരും സ്ട്രെയിൻ എന്നാണ്. ബട്ട് ഈ സ്ട്രെയിനിൻ്റെ പേരെന്താണ്? വോള്യം സ്ട്രെയിൻ. ലെങ്ത്തിലാണ് മാറ്റം വന്നതെങ്കിൽ ഡെൽറ്റ എൽ ബൈ എൽ ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നു ലിനിയർ സ്ട്രെയിൻ. വോള്യത്തിൽ മാറ്റം വന്നു ബൈ ഒറിജിനൽ വോള്യം, അതിനെ വിളിക്കുന്നു വോള്യം സ്ട്രെയിൻ. ഇനി മൂന്നാമത്തത്, ഇവിടെ ഷേപ്പിലാണ് മാറ്റം വന്നത്. നേരത്തെ ഇങ്ങനെ ഉണ്ടായിരുന്ന ഈ സൈഡ് ഇപ്പൊ ഇങ്ങനെയായിപ്പോയി എന്ന് വെച്ചാൽ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായി. ഈ ഉണ്ടായ ആംഗിളിനനുസരിച്ച് ഷേപ്പിൽ ഒരു മാറ്റം വന്നാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷിയർ സ്ട്രെയിൻ. എന്താണ് വിളിക്കുക? ഷിയർ സ്ട്രെയിൻ. ഇവിടെ ഷിയർ സ്ട്രെയിനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഈ ആംഗിൾ തീറ്റയായിരിക്കും. ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? തീറ്റ. എത്ര ആംഗിൾ മാറ്റം വന്നു. ഇപ്പോൾ 3 തരം സ്ട്രെയിൻ മനസ്സിലായോ? സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പിടിച്ച് വലിക്കുന്നത് കൊണ്ട് അളവുകളിൽ മാറ്റം വന്നോ? അങ്ങനെയാണെങ്കിൽ മാറ്റം വന്ന അളവെത്ര ബൈ ഒറിജിനൽ അളവെത്ര? ഈ ക്വാണ്ടിറ്റിയെ നമ്മൾ വിളിച്ച പേരാണ് സ്ട്രെയിൻ. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ? എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്തു, എത്ര ഏരിയയിൽ അപ്ലൈ ചെയ്തു, അതിന് വിളിച്ച പേരാണ് സ്ട്രെസ്. സ്ട്രെസ്സും സ്ട്രെയിനും ക്ലിയർ ആയോ? റെഡി? അപ്പോൾ സ്ട്രെസ്സും സ്ട്രെയിനും മനസ്സിലായല്ലോ. അടുത്തത് ഈ സ്ട്രെസ്സിനെയും സ്ട്രെയിനിനെയും കണക്ട് ചെയ്തുകൊണ്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോയുടെ പേരാണ് ഹുക്സ് ലോ. എന്താ പേര്? ഹുക്സ് ലോ. ഇതൊരു സയന്റിസ്റ്റിന്റെ പേരാണ് കേട്ടോ, റോബർട്ട് ഹുക്ക്. ഹുക്സ് ലോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ഹുക്ക് പറഞ്ഞത്. ഞാൻ ആദ്യം സ്റ്റേറ്റ്മെന്റ് അങ്ങ് പറയാം. സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഇതെന്തോ വലിയ സംഭവം എന്ന് വിചാരിക്കും. ഹുക്സ് ലോ പറയുന്നത് വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. എന്താ പറഞ്ഞത്? വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്. അപ്പോൾ ആ വേർഡ് ഒന്ന് ആദ്യം പരിചയപ്പെടാം. എന്താണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ ഇലാസ്റ്റിസിറ്റി പറഞ്ഞില്ലേ? ഇലാസ്റ്റിസിറ്റി എന്താ പറഞ്ഞത്? ഒരു ബോഡിയെ നമ്മൾ പിടിച്ച് വലിച്ചു അല്ലെങ്കിൽ പിടിച്ച് ക്രഷ് ചെയ്തു, വിട്ട് കളഞ്ഞാൽ അത് പഴയതുപോലെ തിരിച്ചു പോകുന്നുണ്ടോ? അതിനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞത്. ഇനി ഇലാസ്റ്റിസിറ്റി ഉള്ള ബോഡിക്ക് തന്നെ ഒരു ലിമിറ്റ് ഉണ്ട്. സിമ്പിളായിട്ട് പറയാം, റബ്ബർ ബാൻഡ് നമ്മൾ പിടിച്ച് വലിച്ചു 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 പിന്നെയും വലിച്ചാൽ, അതിന് താങ്ങാൻ പറ്റുന്നതിനേക്കാളും അപ്പുറത്ത് വലിച്ചാൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോകും, ചിലപ്പോൾ അത് ആ വലിഞ്ഞ സ്ഥലത്തങ്ങ് അവിടെ അങ്ങ് സ്റ്റേബിളായി നിന്ന് പോകും. ചില ബോഡികൾ അങ്ങനെയാണ്. നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. ബോഡികൾ നമ്മൾ വലിക്കുന്നതിനും ഒരു കണക്കുണ്ട്. നമ്മൾ വല്ലാതെ വലിച്ചാൽ അല്ലെങ്കിൽ കുറേ തവണ ഉപയോഗിച്ചാൽ, സിമ്പിളായിട്ട് പറയുമ്പോൾ ഗേൾസിനൊക്കെ മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, ബോയ്സും കേട്ടോ. നിങ്ങളൊക്കെ മുടി കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തരം ചെറിയ ബാൻഡുകളില്ലേ, ഹെയർ ബാൻഡുകൾ. ആ ഹെയർ ബാൻഡ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് ഫ്രഷ് ആയിട്ട് വരുന്ന സമയത്ത് ഇത്ര ഒരു വലുപ്പത്തിലുള്ളൊരു ഹെയർ ബാൻഡ് ആയിരുന്നെങ്കിൽ നമ്മളത് കുറേ തവണ മുടി കെട്ടാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈസിൽ മാറ്റം വരും അല്ലേ? ആദ്യമൊക്കെ നല്ല റബ്ബറാണ്, ആ റബ്ബർ പിടിച്ച് വലിച്ച് വിടുമ്പോൾ അതിങ്ങനെ തിരിച്ചു വരുന്നുണ്ട്. ബട്ട് കുറേ കാലം ഉപയോഗിക്കുമ്പം അതിൻ്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റി ഒക്കെ നഷ്ടപ്പെട്ടു.
നമ്മൾ കുറേ പിടിച്ച് വലിച്ചാൽ റബ്ബർ ബാൻഡ് നിങ്ങൾ കടയിൽ പോയി വാങ്ങിക്കൊണ്ടുപോകും. എന്നിട്ട് നമ്മൾ വല്ലാണ്ട് ഇങ്ങനെ പിടിച്ച് വലിച്ചു, വല്ലാതെ പിടിച്ച് വലിച്ച് വിട്ടാൽ ചിലപ്പോൾ ആൾ പിന്നെ തിരിച്ചു പോകില്ല, ആൾ അവിടെ തന്നെ അങ്ങ് നിന്ന് പോകും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുക. അപ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞു പോവാത്ത ഒരവസ്ഥയിൽ, വല്ലാതെ പിടിച്ച് വലിച്ച് ഡിസ്റ്റേബ് ചെയ്യിക്കാത്ത ഒരവസ്ഥയിൽ, അതാണ് വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്. ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ ഉള്ളിൽ എപ്പോഴും സ്ട്രെസ്സും സ്ട്രെയിനും പ്രപ്പോർഷണൽ ആയിരിക്കും. സോ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് വെച്ചാൽ കുറച്ച് സ്ട്രെസ് കൊടുത്തോ കുറച്ച് സ്ട്രെയിൻ ഉണ്ടാവും, കൂടുതൽ സ്ട്രെസ് കൊടുത്തോ കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാവും. ഈ സ്ട്രെയിൻ എന്ന് പറയുന്ന വേർഡ് പറയുമ്പോൾ മനസ്സിലാക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. ഞാൻ പറയാം, ഈ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പലതരം ഫിസിക്കൽ സ്ട്രെയിൻ ഇല്ലേ. നമ്മൾ ഒരാൾ ഇപ്പോൾ കൈ പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് തിരിക്കുക, നിങ്ങളെ ഫ്രണ്ട് വന്നിട്ട് അല്ല, നമ്മളങ്ങനെ പലതരം തമാശ കളികളൊക്കെ കളിക്കാറുണ്ട്. ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ തമാശയ്ക്ക് വേണ്ടി അടികൂടുകയൊക്കെ ചെയ്യും അല്ലേ, കൈയൊക്കെ പിടിച്ച് തിരിക്കും. ഒരു ലിമിറ്റ് വിട്ടു പോകരുത്, ആ ലിമിറ്റ് വിടുമ്പോഴാണ് ഇലാസ്റ്റിക് ലിമിറ്റ് വിട്ടു പോവുക. ആ ലിമിറ്റിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ പിടിച്ച് തിരിക്കുകയും അടിക്കുകയും കൈ പിടിച്ച് തിരിക്കുകയൊക്കെ ചെയ്യും. ആ കൈ പിടിച്ച് ഞാൻ ഇപ്പോൾ ഒരാൾ കൈ പിടിച്ച് ഇങ്ങനെ തിരിക്കുക, ആ തിരിക്കാൻ വേണ്ടി ഞാൻ കൊടുക്കുന്ന ഫോഴ്സാണ് സ്ട്രെസ്സ്. ആ തിരിക്കുന്നത് കൊണ്ട് അയാൾക്കുണ്ടാകുന്ന വേദനയാണ് സ്ട്രെയിന്. സംഭവം അങ്ങനെ മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഞാൻ കുറച്ച് പിടിച്ചു തിരിച്ചു, അയാൾക്ക് കുറച്ചേ വേദനിക്കുള്ളൂ. കൂടുതൽ പിടിച്ചു തിരിച്ചു, കൂടുതൽ വേദനിക്കും. ക്ലിയർ? ഇതായി പറയുന്നുള്ളൂ. ഇതാണ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ. അപ്പോൾ മാത്തമാറ്റിക്കലി പറയുമ്പോൾ നമുക്ക് സ്ട്രെസ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു സ്ട്രെയിൻ എന്ന് പറഞ്ഞൂടെ അല്ലേ? എപ്പോഴും നമ്മൾ പ്രപ്പോർഷണൽ മാറ്റി ഈക്വൽ ടു എന്ന് കൊണ്ടുവരുമ്പോൾ എന്ത് വേണം? ഒരു കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റ് ആണ് ഈ കോൺസ്റ്റന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. എന്താ വിളിക്കുക? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ ഇതാണ് ഹുക്സ് ലോ. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്. അപ്പോൾ ഒരു സംശയം വരികയാണ്, ഈ ഇലാസ്റ്റിക് ലിമിറ്റും കഴിഞ്ഞാലോ? ഇലാസ്റ്റിക് ലിമിറ്റും കഴിഞ്ഞ്, അതായത് ഇപ്പോൾ എൻ്റെ കൈ ഒരാളിങ്ങനെ പിടിച്ച് തിരിക്കുന്നു, അല്ലെങ്കിൽ ഒരാളിങ്ങനെ ഫിംഗേഴ്സ് ഉപയോഗിച്ച് ഇങ്ങനെ നുള്ളിയെടുക്കുന്നു. ഓക്കെ, പതുക്കെ ഒന്നും നുള്ളിയാൽ നമുക്ക് വലിയ പ്രശ്നമില്ല. കുറച്ചും കൂടെ ശക്തിയിൽ നുള്ളിയാലോ വേദനയ്ക്കും. നല്ലോണം നുള്ളിയാലോ അവിടെയാണ് പ്രശ്നം. അങ്ങനെ നുള്ളിയാൽ ചിലപ്പോൾ നമ്മൾ തൊലി പറഞ്ഞങ്ങ് പോരും അല്ലേ? അപ്പോൾ അവിടെ ഇലാസ്റ്റിക് ലിമിറ്റൊക്കെ പിന്നെ വിട്ടുപോയി. അതായത് കുറച്ച് സ്ട്രെസ് കൊടുക്കുന്നു, കുറച്ച് സ്ട്രെയിൻ ഉണ്ടാവുന്നു, കൂടുതൽ സ്ട്രെസ് കൂടുതൽ സ്ട്രെയിൻ. സ്ട്രെസ് പിന്നെയും കൂട്ടിയാലോ അയാൾക്കുണ്ടാകുന്ന സ്ട്രെയിന് പിന്നെ പ്രപ്പോർഷണൽ ആയിരിക്കൂല. ഈ പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എ പ്രപ്പോർഷണൽ ടു ബി എന്ന് പറഞ്ഞാൽ എ ഡബിൾ ആയാൽ ബിയും ഡബിൾ, എ 3 ടൈംസ് ആയാൽ ബിയും 3 ടൈംസ്. ഇതിനാണ് നമ്മൾ ഈ പ്രപ്പോർഷണൽ എന്ന് പറയുക. ഈ പ്രപ്പോർഷണാലിറ്റി ഒരു ലിമിറ്റ് വരെയേ ഉണ്ടാവുള്ളൂ ഈ സ്ട്രെസ്സിൻ്റെയും സ്ട്രെയിനിൻ്റെയും കേസിൽ. ആ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് സ്ട്രെസ് കൊടുത്താൽ പോലും കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാവും. വീണ്ടും നമ്മൾ കൈ പിടിച്ച് തിരിക്കുന്ന അവസ്ഥയിലേക്ക് തന്നെ നമ്മൾ നോക്കുക. ആദ്യമൊക്കെ പിടിച്ച് തിരിക്കുമ്പോൾ കുറച്ച് തിരിച്ചാലും നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല, കുറച്ചൊക്കെ വേദന ഉണ്ടാവും. ഓൾറെഡി ഒരാൾ നമ്മളെ കൈ പിടിച്ച് തിരിച്ച് വേദനയായിട്ട് നിൽക്കുക. ആ വേദനയായിട്ട് നിൽക്കുന്നിടത്തുനിന്ന് ഈ പോയിന്റ് ശരിക്കും മനസ്സിലായിക്കോളെ, അവിടുന്ന് പിന്നെയും പിടിച്ച് തിരിച്ചാലോ, പിന്നെ കുറച്ചൊന്ന് പിടിച്ച് തിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് വേദനിക്കില്ലേ അല്ലേ? അതായത് ഓൾറെഡി സ്ട്രെസ്സിലും സ്ട്രെയിനിലും നിൽക്കുക. അങ്ങനത്തെ ഒരു പൊസിഷനിൽ പിന്നെ നമ്മൾ കുറച്ച് സ്ട്രെസ് കൊടുത്താൽ കുറച്ച് സ്ട്രെയിൻ അല്ല ഉണ്ടാവുക, കുറേ സ്ട്രെയിൻ ഉണ്ടാവും. എന്ന് വെച്ചാൽ പിന്നെ അത് പ്രപ്പോർഷണൽ ആവില്ല. അപ്പോൾ പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുക? അതിനെയാണ് നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് പറയുന്നത്. ഇതാണ് ഫോക്കസ് ഏരിയയിലുള്ള മൂന്നാമത്തെ പോയിന്റ്, സ്ട്രെസ് സ്ട്രെയിൻ കർവ്. ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് ശ്രദ്ധിച്ചോളൂ. സ്ട്രെസ് സ്ട്രെയിൻ കർവ് നമ്മൾ വരയ്ക്കുന്നു. ഓക്കെ, ഇവിടെ കൊടുക്കാം സ്ട്രെസ്, ഇവിടെ കൊടുക്കാം സ്ട്രെയിൻ. ഓക്കെ, സ്ട്രെസ്സും സ്ട്രെയിനും ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നത് വരെ സ്ട്രെസ്സും സ്ട്രെയിനും പ്രപ്പോർഷണലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സ്ട്രെസ് കുറച്ച് സ്ട്രെയിൻ, കൂടുതൽ സ്ട്രെസ് കൂടുതൽ സ്ട്രെയിൻ, ആ പ്രപ്പോർഷണൽ ലൈൻ ശരിക്കും ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. പ്രപ്പോർഷണാലിറ്റി നമ്മൾ അങ്ങനെയാണല്ലോ വരയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ തുടങ്ങിയ പോയിന്റിന് ഒ എന്ന് പറയുന്നു, ഈ പോയിന്റിന് എ എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒ എ നിങ്ങൾ എഴുതി വെക്കണേ, ഞാൻ എഴുതുന്നില്ല. ഈ ഒ എ എന്ന് പറയുന്ന ഭാഗമാണ് ഹൂക്സ് ലോ ഒബേ ചെയ്യുന്ന ഭാഗം. അത് ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ ഉള്ളിലാണ്.
ഇവിടെ വരെ അതിന് ഇലാസ്റ്റിസിറ്റി ഉണ്ടാകും. അതുവരെ സ്ട്രെസ്സും സ്ട്രെയിനും പ്രപ്പോർഷണൽ ആയിരിക്കും. അതുകൊണ്ട് OA എന്ന ഭാഗത്തെ നമ്മൾ വിളിക്കുന്നു ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നു. A എന്ന പോയിന്റിനെ വിളിക്കുന്നു ആ ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നതിൻ്റെ മാക്സിമം ആണ്, അതിനെ നമ്മൾ വിളിക്കുന്നു പ്രപ്പോർഷണൽ ലിമിറ്റ്. എന്താ വിളിക്കുക? പ്രപ്പോർഷണൽ ലിമിറ്റ്. പ്രപ്പോർഷണാലിറ്റി, സ്ട്രെസ് പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നുള്ളത് ലിമിറ്റ് ഇവിടെയാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് സ്ട്രെസ് കൊടുത്താൽ പോലും കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാവും. കണ്ടോ? അപ്പോൾ ഗ്രാഫിൻ്റെ ഷേപ്പ് അങ്ങനെ മാറി. ഇവിടെ എന്താ കാണുന്നത്? സ്ട്രെയിൻ വല്ലാണ്ട് മുന്നോട്ട് പോയി. കണ്ടോ? ഇത് പെട്ടെന്ന് മുന്നോട്ട് പോയി. സ്ട്രെസ് കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. കണ്ടോ? കുറച്ച് സ്ട്രെസ് കൊടുത്തപ്പോൾ കൂടുതൽ സ്ട്രെയിൻ. ഓക്കെ, അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാവും. അത് ആ ഒരു പോയിന്റ്. പക്ഷെ അപ്പോഴും ബോഡി ഇലാസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പോയിന്റിനെ വിളിക്കുകയാണ് AB. അപ്പോൾ OA എന്ന് പറയുന്നത് ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നു, അതോടൊപ്പം ഇലാസ്റ്റിക്. AB എന്ന് പറഞ്ഞാൽ ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നില്ല, ബട്ട് ഇലാസ്റ്റിക്കാ. ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുന്നും നമ്മൾ വിട്ടാൽ അത് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരും. അതിനുമുണ്ടൊരു ലിമിറ്റ്. പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നതിനും ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് പോയിന്റിനെ വിളിക്കുന്ന പേരാണ് yീൽഡ് പോയിന്റ്. എന്താ വിളിക്കുക? yീൽഡ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഇതാണ്. ഇത് വരയ്ക്കാനാണ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ. എഴുതി വെച്ചോ, ഡെഫിനറ്റ്ലി ഇതായിരിക്കും ക്വസ്റ്റ്യൻ. അതുകൊണ്ട് അത്രയും ശ്രദ്ധിച്ചോളെ. അപ്പോൾ OA എന്ന് പറയുന്ന A എന്താ? പ്രപ്പോർഷണൽ ലിമിറ്റ്. ഹൂക്സ് ലോ ഒബേ ചെയ്യും, ഇലാസ്റ്റിക് ആണ്. AB എന്ന് പറഞ്ഞാൽ ഹൂക്സ് ലോ ഒബേ ചെയ്യില്ല, അതായത് സ്ട്രെസ്സും സ്ട്രെയിനും പ്രപ്പോർഷണൽ അല്ല, ബട്ട് ഇലാസ്റ്റിക് ആണ്. ആ ഇലാസ്റ്റിക്കിൻ്റെ ലിമിറ്റുള്ള ആ പോയിന്റിനെ വിളിച്ച പേരാണ് yീൽഡ് പോയിന്റ്. അതിനുശേഷം ബോഡിയുടെ ഇലാസ്റ്റിസിറ്റി പോയി. പിന്നെ ആ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനൊരു എന്തൊക്കെയോ ഒരു ഗ്രാഫാണ്. പിന്നെ അങ്ങോട്ട് പോവാം. ഓക്കെ, ഞാൻ ഈ പോയിന്റിനെ ഞാൻ വിളിക്കുന്നു C. ഈ പോയിന്റിനെ ഞാൻ വിളിക്കുന്നു D. ഓക്കെ, ഈ പോയിന്റിനെ ഞാൻ വിളിക്കുന്നു E. ഈ BC എന്ന് പറയുന്ന ഈ ഭാഗം, ഇതിന് B മുതൽ C വരെ, ആ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലാസ്റ്റിക് റീജിയൻ. പ്ലാസ്റ്റിക് റീജിയൻ എന്ന് പറഞ്ഞാൽ പിന്നെന്താണ്? ആ ബോഡിക്ക് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ പറ്റൂല. അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും നമ്മളൊരു പോയിന്റിൽ വെച്ചിട്ട് ഈ സ്ട്രെസ് റിലീസ് ചെയ്താൽ ബോഡിക്ക് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ പറ്റൂല. ബോഡി അവിടെ സെറ്റായി പോകും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെർമനന്റ് സെറ്റ്. ഉണ്ടോ? ഈ പോയിന്റിലേക്ക് നമ്മൾ വലിച്ചാൽ ഇത്രയും സ്ട്രെയിനിൽ ആ ബോഡി അങ്ങ് പെർമനൻ്റ്ലി സെറ്റായി പോകും. ഓക്കെ, ഏതിനു ശേഷം? yീൽഡ് പോയിന്റിന് ശേഷം. ഓക്കെ, വീണ്ടും നമ്മൾ സ്ട്രെസ്സോ സ്ട്രെയിനോ കൂട്ടിയാലോ? വീണ്ടും നമ്മൾ സ്ട്രെസ് കൂട്ടിയാൽ ഫൈനലി ആ ബോഡി പൊട്ടിപ്പോകും. ആ പൊട്ടുന്ന പോയിന്റ് അതാണ് D എന്ന് പറയുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രാക്ചർ പോയിന്റ്. നമ്മൾ വല്ലാതെ ബോഡിനെ പിന്നെയും താങ്ങാൻ പറ്റുന്നതിനേക്കാളും അപ്പുറം പിടിച്ചു വലിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആ ബോഡി പൊട്ടിപ്പോവും. അതാണ് D എന്ന് പറയുന്ന പോയിന്റ്. ഇങ്ങനെ ഈ ഗ്രാഫ് വരച്ചിട്ട് ഇതിലുള്ള പല പോയിന്റുകൾ മാർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഗ്രാഫ് തന്നിട്ട് ഈ പോയിന്റുകൾ അടയാളപ്പെടുത്താൻ ഒക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഉറപ്പായിട്ടും ചോദിക്കും. മാർക്ക് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ സ്ട്രെസ്സും സ്ട്രെയിനും പരിചയപ്പെടുക, ഹൂക്സ് ലോ പരിചയപ്പെടുക, ഈ ഗ്രാഫിൻ്റെ പല ഭാഗങ്ങൾ മാർക്ക് ചെയ്യാൻ പഠിക്കുക. റെഡിയാണോ? കഴിഞ്ഞില്ലേ? വെരി സിമ്പിൾ പോയിന്റ്. അത് കഴിഞ്ഞു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഫ്ലൂയിഡുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് നമുക്ക് നടത്താം. ഓക്കെ, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം. ഞാൻ നമ്പറൂടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ ദെൻ ബൈ.